സംസ്ഥാന സർക്കാരിനെ പ്രശംസിച്ച നിലപാടിൽ ഉറച്ച ശശി തരൂർ. സർക്കാർ നല്ല കാര്യങ്ങൾ ചെയ്താൽ പിന്തുണയ്ക്കും, എല്ലാ കാര്യങ്ങളിലും രാഷ്ട്രീയം കാണേണ്ടതില്ലെന്നും തരൂർ. പുതുസംരംഭങ്ങളിലടക്കം കേരളം മാതൃകയെന്ന വിവരം തരൂരിന് എവിടെ നിന്ന് കിട്ടിയെന്ന് വി ഡി സതീശൻ. തരൂർ പറഞ്ഞത് വസ്തുതയെന്ന് മുഖ്യമന്ത്രി. വയനാട് പുനരധിവാസത്തിന് വായ്പ അനുവദിച്ച കേന്ദ്ര നടപടിക്കെതിരെ പ്രതിഷേധം. വായ്പയല്ല സഹായമാണ് വേണ്ടതെന്ന് മുഖ്യമന്ത്രി. കേന്ദ്ര നടപടി വിചിത്രമെന്ന് MP ഗോവിന്ദൻ മാസ്റ്റർ. മാന്യതയില്ലാത്ത പെരുമാറ്റമെന്ന് പ്രതിപക്ഷ നേതാവ്. ആവശ്യമെങ്കിൽ കേന്ദ്രത്തിനെതിരെ സർക്കാരിനൊപ്പം സമരത്തിന് തയ്യാറെന്ന് കെ സുധാകരൻ. നൽകിയത് വായ്പയാണെങ്കിലും ഗ്രാന്റിന് തുല്യമാണെന്ന് BJP സംസ്ഥാന അധ്യക്ഷൻ. കോട്ടയം ഗവൺമെന്റ് നഴ്സിംഗ് കോളേജിലെ അതിക്രൂര റാഗിംഗിൽ നടപടി. പ്രതികളായ 5 വിദ്യാർത്ഥികളുടെ തുടർ പഠനം തടയും. തീരുമാനം നഴ്സിംഗ് കൌൺസിൽ യോഗത്തിൽ. നടപടി കോളേജ് അധികൃതരെയും സർക്കാരിനെയും അറിയിക്കും. മൂന്നാറിൽ ഓടിക്കൊണ്ടിരുന്ന കാർ കാട്ടാന ചവിട്ടിമറിച്ചു. അപകടത്തിൽപ്പെട്ടത് വിദേശ വിനോദസഞ്ചാരികൾ സഞ്ചരിച്ചിരുന്ന ഇന്നോവ കാർ. തലകീഴായ മറിഞ്ഞ കാറിൽ നിന്ന് സഞ്ചാരികൾ രക്ഷപ്പെട്ടത് അത്ഭുതകരമായി. സമീപത്ത് നിന്ന പശുവിനെ കാട്ടാന ചവിട്ടിക്കൊന്നു. കാട്ടാനയെ തുരത്തി RRT സംഘം. എനിക്കൊന്നും ചെയ്യാൻ പറ്റിയില്ല. കാര്യം തൊട്ട് ഫ്രണ്ടിലായിപ്പോയി, ആന ഫ്രണ്ടിലായിപ്പോയി. അപ്പം ഫ്രണ്ടിൽ നിന്ന് വേറെ വണ്ടി ഉണ്ടായിരുന്നു. പക്ഷെ അവർക്കും അവരും ചവിട്ടി നടത്തി. ചവിട്ടി എന്നെ ചവിട്ടിയുള്ളൂ. RLV രാമകൃഷ്ണനെ ജാതീയമായി അധിക്ഷേപിച്ച കേസിൽ കലാമണ്ഡലം സത്യഭാമയ്ക്കെതിരെ കുറ്റപത്രം. സത്യഭാമ സംസാരിച്ചത് ജാതീയ അധിക്ഷേപം നടത്തണമെന്ന ലക്ഷ്യത്തോടെ. രാമകൃഷ്ണന്റെ ജാതിയെക്കുറിച്ച് അറിയില്ലെന്ന സത്യഭാമയുടെ വാദം തെറ്റെന്നും കുറ്റപത്രം. യൂട്യൂബ് ചാനൽ ഉടമ സുമേഷ് മാർക്കോപോളോയും കേസിൽ പ്രതി. എറണാകുളം ചേന്നമംഗലം കൂട്ടക്കൊലക്കേസിൽ കുറ്റപത്രം സമർപ്പിച്ച് പോലീസ്. കേസിൽ ചേന്നമംഗലം സ്വദേശി ഋതു ജയൻ ഏക പ്രതി. നിർണായകമായത് CCTV ദൃശ്യങ്ങളും കുട്ടികളുടെ മൊഴികളുമെന്ന കുറ്റപത്രം. കുറ്റപത്രം സമർപ്പിച്ചത് കൊലപാതകം നടന്ന് 1 മാസത്തിനകം. ടെന്നീസ് ലോക 1-ാം നമ്പർ താരം യാനിക് സിന്നറിന് വിലക്ക്. ഉത്തേജക മരുന്ന് ഉപയോഗിച്ചുവെന്ന കണ്ടെത്തലിനെ തുടർന്ന് അടിയന്തര വിലക്ക് മെയ് 4 വരെ.